ഹായ്. ആ പടം കൊള്ളായിരുന്നു. ഇത് 2017-18 എന്താ ഈ പടത്തിൻ്റെ ഒരു ക്യാമ്പയിനിങ്, ക്രൗഡ് ഫണ്ടിങ് ക്യാമ്പയിനിങ് ഒക്കെ ഫേസ്ബുക്കിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ടോട്ടലി ഇങ്ങനെ ഒരു പ്രീമിയർ ഇവിടെ കാണാൻ പറ്റിയത് ഭയങ്കര വലിയൊരു എന്താ പറയുക, ഭയങ്കര ഒരു ലക്കായിട്ട് തോന്നുന്നുണ്ട്. പുതുമുഖ ഡയറക്ടറിൻ്റെ ഒരു സിനിമയാണ്. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ഈ കുംഭമേള കാണിച്ചുകൊണ്ടുള്ള ഫസ്റ്റ് ഹാഫിൽ കുറച്ച് അധികം ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കുറേ രംഗങ്ങൾ കാണിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഹിമാലയമാണെങ്കിലും ഈ പറഞ്ഞ ഇപ്പോൾ പ്രയാഗ്രാജിലെ കുംഭമേള ഈ പരിപാടികളൊക്കെ അവർ കാണിക്കുന്നുണ്ട്. പിന്നെ അതിനേക്കാളും ഉപരി ഒരു 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 കണക്ഷൻ വർക്കൗട്ട് ചെയ്യിക്കാനുള്ളൊരു ശ്രമമുണ്ട്. നമുക്ക് എന്താണ് കുറേ അങ്ങോട്ട് ഈ പടവുമായിട്ട് കണക്ട് ചെയ്ത് നമുക്കൊന്ന് എന്താണ് ഒരു നിമിഷം നമ്മൾ ഒന്ന് ആലോചിച്ച് പോകും. എങ്ങനെ ലൈഫായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഈ സെൻട്രൽ ക്യാരക്ടർ ചെയ്തേക്കുന്ന ആളുടെ കുറച്ച് സംഭവങ്ങൾ നമ്മൾ അതിനകത്തേക്ക് കുറേ കൂടി ഇൻവോൾവ് ആവും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താണ് അറൗണ്ട് ഒരു 10-20 കോടി രൂപ ബഡ്ജറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ അതിനേക്കാളും ഉപരി CGയും റിയൽ ലൊക്കേഷനും ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ കൂടി നമുക്ക് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സംഭവമുണ്ട്. എനിവേ ഡീസൻറ്റ് സ്ക്രീൻ പ്ലേ ആണ്. നോൺ ലീനിയറായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, പക്ഷേ അത് ഡീസൻറ്റ് സ്ക്രീൻ പ്ലേ ആണ്. ഒരു ഡെബ്യൂ ഡയറക്ടറിന് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ടൈം ഡയറക്ടറിൻ്റെ ഇത്രയും വർഷത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു 2017 തുടങ്ങി ഇപ്പോൾ 2024 ഈ പടം റിലീസ് ആവുന്നതുവരെയുള്ള ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത് മൈൻഡ് ബ്ലോയിങ് ആണെന്ന് തന്നെ വേണം പറയാൻ. ഈ ഡിസേർവ്സ് ഇത് നല്ലൊരു കയ്യടി ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നാണ് പടത്തിനെ കുറിച്ച് പറഞ്ഞത്. അതിൽ അവർ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആ സ്ഥലങ്ങളിലൊക്കെ പോയി ഷൂട്ട് ചെയ്തിരിക്കുന്നത് കാണാൻ ഒരു ഇംഗ്ലീഷ് മൂവിയുടെ ഒരു ത്രില്ലുണ്ട്. കുറച്ച് നമുക്ക് ചെറിയ സമയങ്ങളിൽ ലാഗ് പോലെ ഉണ്ട്, പക്ഷേ എന്നാലും കുഴപ്പമില്ല. നമുക്ക് എൻ്റർടൈൻമെൻ്റ് ആണ് പടം. നല്ല പെർഫോമൻസ് ഒക്കെ നല്ലതായിരുന്നു. നല്ല പടം. VFX നല്ലതാണ്, എൻഗേജിങ് ആണ്. ഒരു ഇംഗ്ലീഷ് മൂവിയുടെ ഒരു ത്രില്ല് കിട്ടിയിരുന്നു. പിന്നെ തെലുങ്ക് പടമാണല്ലോ, അതിനനുസരിച്ചുള്ള പ്രൊമോഷനൊക്കെ ഉണ്ടാവുള്ളൂ. പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ലതാണ്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടോ? പറഞ്ഞോ പടം എങ്ങനെ ഇഷ്ടപ്പെടാം? സീനൊക്കെ അടിപൊളിയാ. ഗാമിയായിരുന്നു. അടിപൊളി സിനിമയായിരുന്നു. അടിപൊളി വർക്കായിരുന്നു. VFX ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും എന്താണെങ്കിലും നമ്മളെ എൻഗേജിങ് ആയിരിക്കും. എന്ത് സിനിമയുടെ ഏത് ബേസ് ആണെങ്കിലും നമ്മൾ നല്ല ജോലിക്ക് എൻഗേജ് ചെയ്യിക്കുന്ന സിനിമയായിരുന്നു. പിന്നെ ഇതിലെടുത്ത് പറയാല്ലേ പെർഫോമൻസ്, ഇതിലൊരു ചെറിയ കുട്ടിയായിട്ടൊരു അഭിനയിക്കുന്നൊരു ഇതുണ്ട്. അത് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും എടുത്തെടുത്ത് പറയാമല്ലേ, VFX എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എടുത്തെടുത്ത് പറയാമല്ലേ. അടിപൊളി സിനിമ, മസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ചെയ്തിരിക്കുന്ന സ്റ്റോറി വൈസ് അങ്ങനെ തന്നെയാണ്. ഒരു 3 കാലഘട്ടം നമ്മളെ കാണിക്കുന്നുണ്ട്. ഇത് 3 സ്റ്റോറിയാണെന്നൊക്കെ വിചാരിക്കും, പക്ഷേ അങ്ങനെയല്ല. വേറൊരു പക്ക ഒരു ഓഡിയൻസിനെ എങ്ങനെ എൻഗേജ് ചെയ്യണോ അങ്ങനെയാണ് അത് മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് തിയേറ്റർ തന്നെ OTT വരാൻ വേണ്ടി വെറുതെ കാത്തിരുന്നതാകാം. അങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ. നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ ട്രാക്ക് തന്നെ മാറിക്കൊണ്ടിരിക്കുക. തെലുങ്ക് പടങ്ങളായാലും ശരി, തമിഴായാലും ശരി, മലയാളമായാലും ശരി, എൻ്റെ ഡിഫറെൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വേണം സിനിമകളാവാം, ഇങ്ങനെ വേണം മേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ സർവൈവലിൻ്റെ അതിൻ്റെ സ്കിൽസ് അവർ അതെങ്ങനെ ഓവർകം ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെയാണ്. ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. ആർട്ടിസ്റ്റ് മനസ്സിലാവും. നമുക്ക് ആരെയും പരിചയമില്ല, പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കൊള്ളാം. പക്ക ഭയങ്കര രസമുള്ള വിഷ്വൽസ്, ഭയങ്കര ടോപ്പ് നോച്ചായിട്ട് ഫീൽ ചെയ്ത്. നല്ല സ്കോറ്, കിടിലൻ ആർട്ടിസ്റ്റ് ആണെങ്കിലും കിടിലൻ പെർഫോമൻസ്. കുഴപ്പമില്ലാത്തോടെ പറഞ്ഞു. ഫാമിലി ആയിട്ട് ക്ലൈമാക്സ് ആകുമ്പോൾ നമുക്ക് കണക്റ്റ് ആവുള്ളൂ. എന്താണ് സംഭവം? കുഴപ്പമില്ല. കണ്ടിരിക്കും.